സിനിമ കാണുന്നവർക്കറിയാം എന്താണ് ഡിസ്ക്ലെയിമർ. അങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ സന്ധ്യ ആരംഭിക്കുന്നത്. ഈ സന്ധ്യയിൽ പറയുന്ന കഥകളും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണെന്ന് വിചാരിച്ച് ദയവായിട്ട് തള്ളിക്കളയരുത്. ഇന്ന് ഈ സന്ധ്യയിൽ അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായും മരിച്ചുപോയവരുമായും തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ട്. അതുകൂടി മനസ്സിലാക്കി വേണം ഈ ആരാധനയിൽ സംബന്ധിക്കാൻ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കണ്ണടച്ച് കുനിഞ്ഞിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അങ്ങനെ ആകരുത് എന്ന് പറയാനാണ് ഈ സന്ധ്യയിൽ ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ നല്ലപോലെ തുറന്ന് ചുറ്റും നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ആരാധനയെ അവിടുത്തെ നീതി കൊണ്ട് പൊതിയുകയും അവിടുത്തെ അനുരഞ്ജനത്താൽ ഞങ്ങളുടെ ആരാധനകളെ പുനഃക്രമീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രാർത്ഥനയുടെ നിയമം ശരിയായെങ്കിൽ വിശ്വാസവും ജീവിതവും ശരിയായി എന്ന് വാദിക്കുന്ന ആരാധനാക്രമ പണ്ഡിതന്മാരുടെ ഇടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. താത്വികമായി ഒരുപക്ഷെ ഇത് ശരിയായിരിക്കും, പക്ഷേ പ്രായോഗികമായി ഇത് ശരിയാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. വിശപ്പിനാലും രോഗത്താലും അനീതിയാലും പീഡനങ്ങളാലും ഒഴിവാക്കപ്പെടലിനാലും അനുനിമിഷം മുറിവേറ്റുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ബലിപീഠത്തിൽ ക്ലേശിതരും ദുഃഖിതരും മർദ്ദിതരും പ്രയാസമനുഭവിക്കുന്നവരും രോഗികളും ആകുലരായ എല്ലാവർക്കും വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലി സ്വീകാര്യമാകുന്നത് ആരാധനാ പുസ്തകങ്ങളിലെ വാക്കുകളുടെയും വിധികളുടെയും പരിപൂർണതയെ ആശ്രയിച്ചല്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ട് സർവചരാചരങ്ങളും സൃഷ്ടാവിനെ വാഴ്ത്തുന്നു എന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് ആരാധനകളിൽ മനസ്സിലാക്കണം. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ, യുദ്ധപ്രിയരെ ചിതറിക്കണമേ, കലഹത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിച്ച ശാന്തിയിലും സമാധാനത്തിലും ഞങ്ങളെ ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന ഇമ്പകരമായ ശബ്ദത്തിൽ കുർബാന ചൊല്ലിയിട്ട് പ്രതിവാക്യം പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ യുദ്ധമുറ കൂട്ടുന്ന ആരാധനകൾ പുനഃപരിശോധിക്കപ്പെടണം. ഈ കാലത്ത് സഭ വലിയ ധാർമ്മിക അപജയത്തെ അഭിമുഖീകരിക്കുകയാണ്. അധികാരശ്രേണിയുടെ മുകൾ തട്ട് മുതൽ താഴേക്ക് പല തട്ടുകളിലും ഈ ജീർണത വളരെ പ്രകടമാണ്. ഞാനിന്നിവിടെ അത് മറച്ചു പിടിച്ചതുകൊണ്ട് അത് ഈ ലോകത്ത് മറഞ്ഞിരിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ ചെയ്യുന്നവർ മുതൽ ലൈംഗിക അപഭ്രംശമുള്ളവർ വരെ പൗരോഹിത്യ ഗണത്തിൽ പോലുമുള്ളതായി കാണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശുശ്രൂഷയുടെ ഉത്തരവാദിത്വ ഭാരത്താൽ വിഷാദത്തിലേക്കും നിരാശയിലേക്കും വീഴുന്നവരും ജീവിതം അവസാനിപ്പിക്കുന്നവരുമായ പുരോഹിതന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്തേ ഇക്കാലം അത്രയും ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനകൾ പ്രത്യാശയും വിശ്വാസമൊന്നും തരുന്നില്ലേ? എത്ര കാലമായിട്ട് ഈ ആരാധനകളിൽ 48 വർഷമായി ഹരിപ്പാട് ദേശത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി കൺവെൻഷൻ കേട്ടിട്ട് പാട്ടുകൾ പാടിയിട്ട് ധ്യാനങ്ങളിൽ സംബന്ധിച്ചിട്ട് ഇത്തിരി പോലും പ്രത്യാശ നമുക്കാർക്കും ലഭിക്കുന്നില്ലേ? ഇനി ഇതൊന്നും നന്നാവൂല, ഇതിലൊന്നും ഇടപെടണ്ട,
എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകുന്നതാണ് നല്ലത്. പുരോഹിതനായ എന്നെ സംബന്ധിച്ച് ഞാൻ പള്ളിയിൽ പോവുക, ആരാധനയിൽ സംബന്ധിക്കുക, കേവലം പൂജാരിയുടെ വേഷം കെട്ടി തിരികെ എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ കാര്യം നോക്കി ജീവിക്കുക എന്ന തലത്തിലേക്ക് ചിന്തിക്കുവാൻ പുരോഹിതരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി വേറെ കുറേ ആളുകൾ ഈ ആരാധനയുടെ സാമൂഹിക മാനം മറന്ന് ആരാധനയെ തികച്ചും വ്യക്തിപരമായി സമീപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഞാനും ദൈവവുമായിട്ടുള്ള ഒരു ഹൈ പ്രൊഫൈൽ ഡീലായി ആരാധനയെ, പ്രാർത്ഥനയെ കാണുന്ന അനേകർ ഇന്ന് നമ്മുടെ ഇടയിൽ കൂടി വരുന്നുണ്ട്. പരമപരിശുദ്ധി പ്രാപിക്കുവാനുള്ള ഒരു സ്വകാര്യ സംഭവമായി ആരാധനയെ കാണുന്ന മനുഷ്യർ. The worship has become a private event. ലോകം മുഴുവൻ അഴുക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊന്നും നന്നാവില്ല. സഭ നന്നാവില്ല, മെത്രാച്ചന്മാർ നന്നാവില്ല, അച്ഛന്മാർ നന്നാവില്ല, പള്ളി മുഴുവൻ പ്രശ്നമാണ്. ഇങ്ങനെ വിചാരിച്ച് വീട്ടിൽ തന്നെ ബലിപീഠം കെട്ടി, ഇന്നെല്ലാ വീട്ടിലും ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനാ മുറികൾ വളരെ നിർബന്ധമാണ്. ഐക്കണുകൾ വെച്ചും അല്ലാതെയും ഒക്കെ ത്രോണോസ് വരെ ഉണ്ടാക്കുന്ന ആളുകൾ ഇന്ന് കൂടി വരികയാണ്. കാരണം പള്ളി പോയിട്ട് കാര്യമില്ല. വീടിനുള്ളിൽ ഒരു സ്വകാര്യ സംഭവമായി ആരാധന ചുരുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആരാധനയെ ഒന്ന് പുനഃവ്യാഖ്യാനിക്കുവാനും, ഒന്ന് പുനഃചിന്തനം ചെയ്യുവാനും, ഒന്ന് പുനഃക്രമീകരിക്കുവാനും നാം ശ്രമിക്കണം. ഈ സന്ധ്യയിലെ അല്പസമയം കൊണ്ട് ഇതെല്ലാം കീഴ്മേൽ മറിക്കാമെന്നുള്ള വലിയ ചിന്തയൊന്നും എനിക്കില്ലെങ്കിലും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനെങ്കിലും തുടങ്ങുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് നിങ്ങളെ അഭിമുഖീകരിച്ച് ഞാൻ നിൽക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: വരൂ, നമുക്ക് രമ്യതപ്പെടാം. കം ലെറ്റ് us reconcile. വരൂ, നമുക്ക് രമ്യതപ്പെടാം. ആ ഒരു അധ്യായത്തിലേക്കും വാക്യത്തിലേക്കും വരുന്നതിന് മുമ്പ് ആരാധനയെപ്പറ്റി 1-2 കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു ദൈനംദിന ആധ്യാത്മിക ജീവിതത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആരാധനാ ജീവിതം. പലപ്പോഴും പിതാക്കന്മാരെയും പുരോഹിതന്മാരെയും ചില ഇമേനികളെയും ഒക്കെ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വാക്കാണ്. എന്ത് നല്ല ആരാധനാ ജീവിതമുള്ള മനുഷ്യനാണ്, ആ തിരുമേനിക്ക് എന്തൊരു ആരാധനാ ജീവിതമാണ്, ആ അച്ഛന് നല്ല ആരാധനാ ജീവിതമാണ്. ഇങ്ങനെ ആരാധനാ ജീവിതം എന്ന് പറഞ്ഞ് മനുഷ്യരെ നമ്മൾ അടയാളപ്പെടുത്താറുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും അത് ശക്തമായി ഉണ്ട് എന്നെനിക്ക് സാക്ഷിക്കുവാൻ സാധിക്കും. ആരാധനയും ജീവിതവും രണ്ടായി കാണേണ്ടതുണ്ടോ? പലപ്പോഴും ആരാധനാ ജീവിതം എന്ന പ്രയോഗം കൊണ്ട് ഈ ആരാധന ഒന്നാണ്, ജീവിതം മറ്റൊന്നാണ് എന്നുള്ള ഒരു ചിന്ത അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ഇടയിൽ, നമ്മുടെയൊക്കെ ചിന്തകളിൽ, നമ്മുടെ ധ്യാനങ്ങളിൽ, ആരാധനയിൽ പ്രബലമാകുന്നുണ്ട്, ശക്തമാകുന്നുണ്ട്. ആരാധന, ജീവിതം, ഇത് രണ്ടും 2 വാക്കാണോ അതോ ഒരു വാക്കാണോ, ഒന്നായി കാണേണ്ടതാണോ? എസ്തേർ പുസ്തകത്തിൽ ഈ എസ്തറിനെ പറ്റി അവതരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. വസ്തി രാജ്ഞി രാജകൽപ്പന ലംഘിച്ചപ്പോൾ രാജാവ് രാജ്ഞിയെ പുറത്താക്കി മറ്റൊരാളെ രാജപദത്തിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. കുറച്ച് പെൺകുട്ടികളെ തിരഞ്ഞെടുത്തൊരു പ്രത്യേക സ്ഥലത്ത് രാജാവിൻ്റെ നിയന്ത്രണത്തിൽ താമസിപ്പിച്ച് 1 വർഷം മുഴുവൻ ഒരുങ്ങുവാൻ സമയം കൊടുക്കുന്നുണ്ട്. ഈ 1 വർഷത്തെ ഒരുക്കത്തിന് ശേഷം ഈ പെൺകുട്ടികളെല്ലാവരുമായി രാജാവിന് ഒരു 1-to-1 കൂടിക്കാഴ്ചയുണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. രാജാവ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഇത്രയും പെൺകുട്ടികളുമായി ഒറ്റയ്ക്ക് കാണും.
അന്ന് രാജാവിനെ ഇഷ്ടപ്പെടുന്ന ആളെ രാജ്ഞി പദത്തിലേക്ക് അവരോധിക്കുവാനാണ് തീരുമാനം. നീണ്ട ഒരു വർഷത്തെ ഒരുക്കത്തിന് ശേഷം എസ്തേറിനെ കണ്ട രാജാവ് കുറേ പേരെ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ എസ്തേറിനെ കണ്ടു. എസ്തേറുമായുള്ള കൂടിക്കാഴ്ചയിൽ രാജാവ് തീരുമാനിക്കുകയാണ്, ഇവളെ രാജ്ഞിയായി ഉയർത്തണം. നാട്ടിൻപുറംകാരിയായ എസ്തേർ അന്നു മുതൽ രാജ്ഞിയായി മാറുകയാണ്. വെറുതെ രാജ്ഞിയായി മാറുകയല്ല, നാട്ടിൻപുറംകാരിയായ എസ്തേർ അന്നു മുതൽ രാജ്ഞിയെപ്പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു, രാജ്ഞിയെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നു, രാജ്ഞിയെപ്പോലെ നടക്കാൻ തുടങ്ങുന്നു, രാജ്ഞിയെപ്പോലെ ഇടപെടാൻ തുടങ്ങുന്നു, രാജ്ഞിയെപ്പോലെ കൽപ്പനകൾ പറയുവാനായി തുടങ്ങുകയാണ്. ഒരു വർഷത്തെ ഒരുക്കം നാട്ടിൻപുറംകാരിയായ എസ്തേറിനെ രാജ്ഞിയാക്കി മാറ്റുകയാണ്. അവളുടെ ജീവിതശൈലി തന്നെ രാജ്ഞിയുടെ ജീവിതശൈലിയായി മാറുകയാണ്. ആരാധന എന്നത് ഒരു പ്രാർത്ഥനാ യോഗത്തിലോ ധ്യാനത്തിലോ മറ്റു കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഹരിപ്പാട് കൺവെൻഷനിലോ വിശുദ്ധ കുർബാനയിലോ 1-2 മണിക്കൂർ നടക്കുന്ന ഒരു കാര്യമാണെന്ന് വല്ലാതെ നാമൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ 1-2 മണിക്കൂർ നടക്കുന്ന ഒരു സംഭവത്തെ ആരാധനയായി ഒരിക്കലും കാണുവാൻ സാധിക്കുകയില്ല. ഇത് വേദത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ പറയുന്ന കാര്യമല്ല. തീർച്ചയായും ആ ഒരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാകും. അതുമല്ല എങ്കിൽ നാം തനിച്ച ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന സമയത്തെ മാത്രം ആരാധനയായി കാണുവാൻ സാധിക്കുകയില്ല. മറിച്ച് ആരാധന ജീവിത ശൈലിയാണ്. ആരാധന ജീവിത ശൈലിയായി മാറണം. ഒന്നാമത് ഈ ആരാധനയെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ആരാധന ജീവിത ശൈലിയായി മാറണം. വർഷിപ്പ് മസ്റ്റ് ബിക്കം എ ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ ജീവിത ശൈലിയായി ആരാധന മാറണം. എവിടെ പോയാലും ആരാധനയുടെ ഒരു സൗരഭ്യം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മെപ്പറ്റി ആളുകൾ പറയുന്നത്, ഇയാൾക്ക് ആരാധന ജീവിത ശൈലിയായുള്ള മനുഷ്യനാണ്. ആരാധനയുടെ ഒരു സൗരഭ്യം, എ ഫ്രാഗ്രൻസ് ഓഫ് വർഷിപ്പ്, അത് നിങ്ങൾ പോകുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഈ ആരാധന ജീവിതം ഉള്ള ആളെന്ന് നമ്മെപ്പറ്റി ഒരാൾക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നത്. അല്ലാതെ ഇന്ന് ഈ പുൾപിറ്റിൽ നിങ്ങളോടിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങൾ മാർക്കിടരുത്, ഈ അച്ഛൻ എന്ത് ആരാധനാ ജീവിതമുള്ള മനുഷ്യനാണെന്ന്. ഞങ്ങളെല്ലാവരും, നിങ്ങൾ ഇത്രയും പേരിങ്ങനെ ഭൂരിഭാഗം ആളുകളും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ 10-12 പേര് അങ്ങോട്ട് തിരിഞ്ഞിരുന്നത് കൊണ്ട്, വെള്ള വസ്ത്രം ഇട്ടത് കൊണ്ട് ഇവരൊക്കെ ഭയങ്കര ആരാധനാ ജീവിതമുള്ളവരാണെന്ന് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് ഇടപെടുമ്പോൾ, ഞങ്ങൾ ആരാധന അർപ്പിക്കുമ്പോൾ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആരാധനയുടെ സൗരഭ്യം അതൊരു ഗന്ധമായി നിങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരാരാധനാ ജീവിതമുള്ള മനുഷ്യനായി എന്നെ, നിങ്ങളെ ഒക്കെ അടയാളപ്പെടുത്താവുന്നതാണ്. അതല്ലാതെ 1-2 മണിക്കൂറത്തെ വേഷം കെട്ടലിൽ ഒരാളെയും ആരാധന ജീവിതമുള്ള മനുഷ്യനെന്ന് അടയാളപ്പെടുത്തരുത്. ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസാണ്, എൻ്റെ വലിയ പ്രതീക്ഷകളാണ് എന്നെ പിന്നെ വലിയ സങ്കടത്തിന് കാരണക്കാരനാക്കി മാറ്റുന്നത്. നിങ്ങളുടെ വലിയ എക്സ്പെക്റ്റേഷൻസ് അത് മാറ്റണം. ഈ രാത്രിയിൽ അതിന് ചില മാറ്റങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ ആരാധനയെ ഒന്ന് പുനഃക്രമീകരിക്കാൻ, ഒന്ന് പുനഃവ്യാഖ്യാനം ചെയ്യുവാൻ ഈ സന്ധ്യ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഗൂഗിളിൽ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പാട്ടിൻ്റെ വരികൾ വളരെ ശ്രദ്ധേയമായി തോന്നി. എനിക്കതിൻ്റെ ഈണം അറിയില്ല, പക്ഷെ വരികൾ ഇങ്ങനെയാണ്: എൻ്റെ ജീവിതമാണെൻ്റെ ആരാധന, ഞാൻ യേശുവിൽ ആയതിനാൽ. എൻ്റെ ജീവിതമാണെൻ്റെ ആരാധന. എപ്പോഴാണ്?
ഞാൻ യേശുവിൽ ആയതിനാൽ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന. ഞാൻ യേശുവിൻ ആലയമായി. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന. ഞാൻ യേശുവിൻ ആലയമായി. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. അതുകൊണ്ട് പള്ളിക്കെട്ടിടങ്ങളിൽ ഇങ്ങനെ പുകഞ്ഞു പൊങ്ങുന്ന ധൂപാർപ്പണങ്ങൾക്കിടയിൽ മാത്രം അടയാളപ്പെടുത്തേണ്ട ഒന്നല്ല ആരാധനയെന്നാണ്. നിങ്ങളുടെ ജീവിതശൈലിയാണ് ആരാധന. കാരണം നിങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. എൻ്റെ സ്നേഹമാണ് ആരാധന. മൈ ലവ് ഈസ് മൈ വർഷിപ്പ്. ഈ ബന്ധമാണ് എൻ്റെ ആരാധന. ദിസ് റിലേഷൻഷിപ്പ് ഈസ് ആക്ച്വലി വർഷിപ്പ്. ഏതു നേരത്തും ആരാധന, ഏതു നേരത്തും ആരാധന, ഏതു നേരത്തും ആരാധനയുടെ സൗരഭ്യം വഹിക്കുന്നവരായി നാം മാറണം. ഭാരതീയ പശ്ചാത്തലത്തിൽ ഒരു ചൊല്ല് ഇങ്ങനെയുണ്ട്: നീ എന്തു ഭക്ഷിക്കുന്നുവോ നീ അതായിത്തീരും. നിൻ്റെ ഭക്ഷണമാണ് നിൻ്റെ സ്വഭാവത്തെ എന്നത്. ഈ ശാസ്ത്രീയമായ വലിയ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇതൊരു പരമ്പരാഗത തത്വചിന്തയാണ്. എനിക്ക് വളരെ സ്പർശിയായി തോന്നിയ ഒരു തത്വചിന്തയാണ്. നീ എന്താണോ കഴിക്കുന്നത് അത് നിൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കും. നീ എന്തു ഭക്ഷിക്കുന്നുവോ നീ അതായി തീരും. നാം എന്താണ് ഇന്ന് കഴിച്ചത്? രാവിലെ ഇടവക ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ചിക്കൻ ബിരിയാണിയുടെ കാര്യമല്ല പറയുന്നത്. ഈ കർത്തൃ ദിവസത്തിൽ എന്താണ് നിങ്ങൾ ഭക്ഷിച്ചത്? ഞാൻ എന്താണ് ഭക്ഷിച്ചത്? പിതാവ് എന്താണ് ഭക്ഷിച്ചത്? ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. നമ്മൾ എന്നും നമ്മുടെ ഭക്ഷണം എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നത് തിരുശരീര രക്തങ്ങളാണ്, ക്രിസ്തുവിനെയാണ്. അങ്ങനെ വരുമ്പോൾ അയാളുടെ ജീവിതശൈലിയാണ് എൻ്റെ ജീവിതശൈലി. ഞാനിങ്ങനെ ക്രിസ്തുവിനെ ഭക്ഷിച്ച് 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 ഒരിക്കൽ ഞാൻ ആരായി മാറും? ക്രിസ്തുവായി മാറും. ഞാനൊരിക്കൽ ക്രിസ്തുവായി മാറും. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഒരിക്കൽ നിങ്ങൾ ചെറിയ ചെറിയ കുട്ടി ക്രിസ്തുക്കളായി മാറും. കുട്ടി ക്രിസ്തുക്കളായി മാറും. ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ, വേദശാസ്ത്രത്തിൽ തെയോസിസ് എന്നൊരു വാക്കുണ്ട്. തെയോസിസ്, ദൈവീകരണം. ഇങ്ങനെ ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പതിയെ 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 ദൈവത്തോട് അടുത്തു വരുമ്പോൾ ദൈവമാരാണ്, ഈ സഞ്ചരിക്കുന്ന മനുഷ്യരാണ് ആരാണെന്ന് തിരിച്ചറിയാത്ത വിധം അയാളും ഒരു ദൈവത്തിൻ്റെ ഇമേജായി, ദൈവമായി മാറുകയാണ്. ഈ കൺവെൻഷൻ വേദികളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടായ്മയിലും ഒക്കെ ദൈവമായി മാറുന്ന കാര്യമല്ല പറയുന്നത്. ദൈവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു പ്രോഗ്രഷൻ്റെ കാര്യമാണ്. ആ പ്രോഗ്രഷനിൽ അവസാനം അയാൾ ദൈവമായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഈ തത്വചിന്തയനുസരിച്ച്, നമ്മൾ ആദ്യം പറഞ്ഞ തത്വചിന്തയനുസരിച്ച് പതിയെ പതിയെ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന ഞാനും നിങ്ങളും ഒരുപോലെ ക്രിസ്തുവായി മാറാൻ തുടങ്ങും. എന്താണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത? ജീവിതം മുഴുവൻ ആരാധനയാക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് ക്രിസ്തു. ജീവിതം മുഴുവൻ ആരാധനയാക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് ക്രിസ്തു. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു: ആരാധന ജീവിതത്തിൽ നിന്നുള്ള അകന്നു നിൽപ്പല്ല. ആരാധന ജീവിതത്തിൽ നിന്നുള്ള അകന്നു നിൽപ്പല്ല, മറിച്ച് എല്ലാറ്റിനും അർത്ഥം നൽകുവാനുള്ള ഇടമാണ് ആരാധന. നിൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകൾക്കും അർത്ഥം നൽകുവാനുള്ള ഒരിടമായി ആരാധന മാറണം. അങ്ങനെയെങ്കിൽ ആദ്യം ആരാധന ജീവിതശൈലിയായെങ്കിൽ രണ്ടാമത് ആരാധന ഒരു സ്വഭാവമായി മാറണം. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ സ്വഭാവവും ജീവിതശൈലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, അല്ലേ? സ്വഭാവവും ജീവിതശൈലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. എൻ്റെ കയ്യിലെ ഈ തഴമ്പുകളൊക്കെ ഒരുപക്ഷെ കാണുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ ആരാണ്? നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അച്ഛനാണ്, നല്ല പ്രാർത്ഥനയുള്ള അച്ഛനാണ്. അച്ഛൻ്റെ കയ്യിലെ തഴമ്പ് നോക്കി,
എന്നാ ഇല്ലേ, കറുത്തുരുണ്ടിരിക്കുക. എത്ര പ്രാർത്ഥനയുള്ള മനുഷ്യനാണ്. ആരാധനയർപ്പിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയും, എത്ര ഇമ്പകരമായ ആരാധന, എത്ര പ്രാർത്ഥനയുള്ള മനുഷ്യനാണ്. അതൊരു പക്ഷേ എൻ്റെ ജീവിതശൈലിയാകാം, പക്ഷേ എൻ്റെ സ്വഭാവം അതാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എന്നെ തന്നെ വിമർശിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെ പറയുമ്പോഴല്ലേ ഉള്ളൂ നോവുന്നത്. എനിക്ക് എന്നെ പറയാം, എനിക്കിത്തിരി നോവുന്നതിൽ വിഷമമില്ല. അതെൻ്റെ ജീവിതശൈലി മാത്രമായിരിക്കാം, എൻ്റെ സ്വഭാവം അതാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ജീവിതശൈലിക്കും സ്വഭാവത്തിനും ഇടയ്ക്കുള്ള ദൈർഘ്യം കുറയ്ക്കുവാൻ ശ്രമിക്കുന്നയിടത്താണ് ആരാധന അർത്ഥപൂർണമായി മാറുന്നത്. ജീവിതശൈലിക്കും ഈ സ്വഭാവത്തിനും ഇടയിലുള്ള ദൈർഘ്യം കുറയാൻ സാധിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ആരാധനകൾ കേവലം ജീവിത ശൈലിയായി മാറുകയാണ്. പക്ഷേ ഈ ജീവിതശൈലി പതിയെ 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 എന്നെയും നിങ്ങളെയും പരുവപ്പെടുത്തണം. പരുവപ്പെടുത്തി അത് നമ്മുടെ സ്വഭാവമായി മാറണം. വർഷിപ്പ് മസ്റ്റ് ബിക്കം യുവർ ക്യാരക്ടർ, യുവർ ഹാബിറ്റ്. ഒരു കാലത്ത് നമ്മുടെ ജീവിതശൈലിയായി മാത്രം നിന്നിരുന്ന ആരാധനയെ നമ്മുടെ സ്വഭാവമായി മനുഷ്യർ അടയാളപ്പെടുത്തുന്ന കാലത്തിലേക്ക് നാം കൊണ്ടെത്തിക്കണം. അതാണ് ഒരു പരിവർത്തനമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രഷനാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊരു വളർച്ച ഉണ്ടാകണം. എല്ലാ കാലത്തും മനുഷ്യരിങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ജീവിതശൈലി ആരാധനയാണെന്നുള്ള രീതിയിൽ നമ്മെ അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് മാറണം. ജീവിതശൈലി മാറി 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 ആ ജീവിതശൈലി നമ്മുടെ സ്വഭാവമായി മാറുന്നിടത്താണ് ആരാധന അനുഗ്രഹമായി മാറുന്നത്. നമ്മളെപ്പോഴും ആരാധിക്കുന്നത് ദൈവത്തെ ഒരു ആരാധന കൊതിയനായി കണ്ടിട്ടാണ്, അല്ലേ? സ്തോത്രം സ്തോത്രം ദൈവമേ, ആമേൻ, ഹല്ലേലൂയ, കുറിയലായിസോൻ, ഇല്ലേ? നമ്മളെപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ളൊരു ശ്രമത്തിലാണ്. ദൈവം ഒരു ആരാധന കൊതിയനാണ്. എത്ര പറയുന്നു, എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ അതനുസരിച്ച് ദൈവം അങ്ങ് സന്തോഷിക്കും എന്നൊരു ചിന്ത നമുക്കൊക്കെയുണ്ട്. നമ്മൾ പലപ്പോഴും ഞങ്ങൾ ഈ അച്ഛന്മാർ ഭവന സന്ദർശനമൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഞങ്ങളെ സ്വയം അവതരിപ്പിക്കുന്ന പല രീതികളുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞാണ്, അച്ഛാ ഞാൻ ഇവിടുത്തെ പഴയ ആളാണ്. ആർക്കിയോളജിക്കാരെടുത്തുകൊണ്ട് പോകാത്തത് വലിയ ഭാഗ്യമാണ്. അതുപോലെ പഴകിയിരിക്കുക, ജീർണിച്ചിരിക്കുക. പക്ഷെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ, പഴകിയ പഴയ ആളാണ്. എന്നിട്ടിങ്ങനെ ചൂണ്ടിക്കാണിക്കും, ആ കിടക്കുന്ന മണിയുണ്ടല്ലോ അതെൻ്റെ അപ്പാപ്പൻ കൊടുത്താണെന്ന് പറയും. അങ്ങനെ ആ തരത്തിലേക്ക് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇത് പള്ളിയിൽ ഒരു സാധനം കൊടുക്കുമ്പോൾ പോലും ഇതൊക്കെ ഞങ്ങൾ കാണുന്ന കേട്ടോ, പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൊടുക്കാനുള്ളവരുടെ എണ്ണം കുറയുമെന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ഒരു പുതിയ പള്ളി പണിയുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ പള്ളിയിൽ പല ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗത്യന്തരമില്ലാതെ അനൗൺസ് ചെയ്യും. ഇതൊക്കെ അറിഞ്ഞും കണ്ടും ചെയ്യേണ്ട ഇടവകക്കാർ ചെയ്യാതെ വരുമ്പോൾ അനൗൺസ് ചെയ്യും, പള്ളിയിലേക്ക് കുറേ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ അച്ചായൻ വെള്ളയൊക്കെ ഇട്ട് അടുത്തേക്ക് വരും, അച്ഛാ എന്തൊക്കെയാണ് കൊടുക്കാൻ ആ പള്ളിക്ക് ആവശ്യം, ഇന്ന് വരെ ഇത്ര പൈസ കൊടുത്തിട്ട് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് മേടിച്ചോ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഈ ലിസ്റ്റ് ഒന്നെടുക്കും. അപ്പോൾ ലിസ്റ്റ് എടുക്കുമ്പം തറയിലിടുന്ന കാർപ്പറ്റ് വേണം, പിന്നെ പള്ളിയുടെ പുറത്ത് വെക്കുന്ന 1-2 കാര്യങ്ങൾ വേണം. ഇങ്ങനെ പറഞ്ഞ് അതല്ല അച്ഛാ, മദ്ബഹായിൽ വെക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, കാണാൻ കൊള്ളാവുന്നിടത്ത് വെക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, മെഴുകുതിരിക്കാനാണെങ്കിൽ അത്. കാരണം എന്നും അത് കണ്ട് എനിക്ക് നിർവൃതി അടയണം എന്ന് മാത്രമല്ല, എൻ്റെ പിള്ളേർ അയർലൻഡിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും വരുമ്പം കൊച്ചുമക്കളെ കാണിച്ചു കൊടുക്കണം, അപ്പച്ച കൊടുത്ത മെഴുകുതിരിക്കാല മോനെ അത്. ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ആ രീതിയിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. എൻ്റെ അച്ഛ 3 നേരവും പ്രാർത്ഥനയുണ്ട്, എന്തു സംഭവിച്ചാലും. ഇടയ്ക്കെങ്ങാണ്ടൊരു കോവിഡ് വന്ന സമയത്ത്
എഴുന്നേക്കാൻ പറ്റാഞ്ഞപ്പോൾ ഒരു നേരം എങ്ങാനും ഒന്ന് മിസ്സായെങ്കിൽ അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാ നേരവും ദൈവത്തെ സ്തുതിക്കാതെ ആർക്കു വേണം? അതിലേക്കാണ് ഇന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മളെപ്പോഴും ദൈവത്തെ സന്തോഷിപ്പിക്കുവാനുള്ള വ്യഗ്രതയിലാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് അച്ചടിച്ച് വച്ചിരിക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. കൃത്യമായി ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ നല്ല സാഹിത്യ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന ആരാധനക്രമങ്ങളുണ്ട്. ഈ ആരാധനക്രമം കേവലം വാക്കുകൾ കൂട്ടിവെച്ച പ്രാർത്ഥനകളല്ല, മറിച്ച് പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന സാമൂഹിക സംഭവങ്ങളാണ്. ആരാധനയുടെ മൂന്നാമത്തെ തലം അതാണ്. വർഷിപ്പ് ഈസ് എ സോഷ്യൽ ഇവൻറ്റ്. വർഷിപ്പ് ഈസ് എ പബ്ലിക് ഇവൻറ്റ്. ഈ ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകൾ ഈ ഈണത്തിൽ ചൊല്ലുന്നതൊക്കെ ഒന്ന് നിർത്തിയേച്ച് അല്ലാതെ ഒന്ന് ചൊല്ലി നോക്കണം. നമ്മളിപ്പം വേദോത്സവം വായിക്കാൻ പറഞ്ഞാലും ആരാധനാക്രമം വായിക്കാൻ പറഞ്ഞാലും ഒക്കെ ഇങ്ങനെ ഈണത്തിൽ ചൊല്ലി 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 ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോവുകയാണ്. ഇത് കേവലം വാക്കുകൾ കൂട്ടിവെച്ച പ്രാർത്ഥനാ പുസ്തകങ്ങളല്ല, പ്രതീകാത്മകമായി അവതരിക്കപ്പെടുന്ന സാമൂഹിക സംഭവങ്ങളാണ്. വാക്കുകൾക്ക് അതിനകത്ത് പങ്കില്ല എന്നൊന്നും പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ വാക്കുകളിലേക്ക് മാത്രം ഈ പ്രാർത്ഥനകൾ ചുരുങ്ങിപ്പോകരുത്. പാരമ്പര്യം പ്രധാന അംശം തന്നെയാണ്, സംശയമൊന്നുമില്ല. പാരമ്പര്യങ്ങൾ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷേ പരിവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ തീണ്ടലുള്ള ഒരു കാര്യമായി, ഒരു സംഭവമായി ഈ പാരമ്പര്യത്തെ കാണുന്നിടത്താണ് അപകടം സംഭവിക്കുന്നത്. അയ്യോ, ഇവത്തെ തൊട്ട പ്രശ്നമാവുമോ? അച്ഛൻ എന്നാ ഇങ്ങനെയുള്ള കുപ്പായിടുന്നേ? ആ കാപ്പ എന്താ അങ്ങനെ? ഇതെന്താ ഇങ്ങനെ ചെയ്തേ? അതെന്താ അന്നേരം അങ്ങനെ ചെയ്തേ? അങ്ങനെ അല്ലായിരുന്നല്ലോ മറ്റേ അച്ഛൻ ചെയ്തത്. പാരമ്പര്യങ്ങൾ പരിവർത്തനത്തെ തടസ്സപ്പെടുത്തും വിധം തീണ്ടലുള്ള, അയ്യോ തൊട്ട പ്രശ്നമാണ് എന്ന തലത്തിലേക്ക് ചിന്തിക്കരുത്. ഒരു വാക്ക് മാറ്റി അങ്ങോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പ്രസാദിക്കാതെ ഇരിക്കുന്ന തരം ദാരിദ്ര്യമുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ ഇന്നുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയിൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയ കോപിച്ച് ബലിപീഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇപ്പം തന്നെ നിങ്ങൾ അവിടെ ഇവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്, ഈ അച്ഛൻ എവിടെ നിന്നാണ് വന്നേ? ഈ അച്ഛൻ അവിടെ നിന്നാണ് വന്നേ? ആ, ഇയാൾ ഇങ്ങനെ പറയുള്ളൂ എന്ന് ചിന്തിക്കരുത് ദയവായിട്ട്. പാരമ്പര്യങ്ങൾ നമുക്ക് വേണം. നമ്മുടെ പിതൃക്കൾ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ ആരാധന അമൂല്യനിധിയാണ്. ഈ ആരാധനയിലെ വാക്കുകൾ അമൂല്യനിധികളാണ്. അവയുടെ അർത്ഥമറിയാതെ കേവലം ജൽപ്പനങ്ങളായി മാറിപ്പോകുന്നതിനെ ഓർത്താണ് പലർക്കും സങ്കടം. ആരാധനാക്രമത്തിൽ നാം അനുഭവിക്കുന്ന ക്രൈസ്തവ ജീവൻ ഉരുത്തിരിയേണ്ടതും ലക്ഷ്യം വെക്കുന്നതും മനുഷ്യ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലാണ്. വേദശാസ്ത്രം പഠിച്ചിട്ടുള്ള വൈദികർക്കും അൽമയർക്കും ഒക്കെ അറിയാം. സെമിനാരിയിൽ പറയുന്ന 2 വാക്കുകളുണ്ട്. ടെക്സ്റ്റ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ കോണ്ടെക്സ്റ്റുകളിലാണ് ആരാധനകൾ ഉരുത്തിരിയേണ്ടത്. സന്ദർഭങ്ങളിലാണ് ആരാധനകൾ ഉരുത്തിരിയേണ്ടത്. അങ്ങനെ വരുമ്പോൾ സന്ദർഭങ്ങൾ ഈ പാഠങ്ങളെ ഉൾക്കൊള്ളുന്നു. ഈ കോണ്ടെക്സ്റ്റുകൾ ടെക്സ്റ്റായിട്ട് മാറുകയാണ്. ഹരിപ്പാട് ദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെ സംബന്ധിച്ച്, ഹരിപ്പാട് ദേശത്ത് പ്രാർത്ഥനയോടെ ആരാധിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ച് ഹരിപ്പാടിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി ആരാധനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. മലങ്കര സഭയുടെ മക്കളായ നിങ്ങൾ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ സഭയുടെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി, ഈ സഭ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ഉള്ളടക്കങ്ങൾ സന്ദർഭങ്ങളെ രൂപപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ദാറ്റ് ഷേപ്സ് കോണ്ടെക്സ്റ്റ്.
നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഈ സന്ദർഭങ്ങളെ പരുവപ്പെടുത്താൻ തുടങ്ങും. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളെ പരുവപ്പെടുത്താൻ തുടങ്ങും. അന്നേരം നമുക്ക് ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് എടുത്ത് വഴിയിലോട്ട് എറിഞ്ഞേച്ച് പള്ളിയിലോട്ട് കയറി നിന്ന് സർവ്വചരാചരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിച്ചാൽ എന്തർത്ഥമാണ് അതിനുള്ളത്? അതുകൊണ്ട് നമ്മുടെ സന്ദർഭങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ അവ ഇങ്ങനെ കൂട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ആരാധനാ ക്രമമെന്നത് സന്ദർഭത്തിൽ അവതരിക്കപ്പെടുന്ന പാഠമാണ്. ലിറ്റർജി എന്ന് പറയുന്നത് an enacted text in the context. ഈ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെടേണ്ട പാഠമാണ്. ആരാധനയിലെ വാക്കുകൾ, നാം ഉച്ചരിക്കുന്നതായ പ്രാർത്ഥനയിലെ വാക്കുകൾ, വാചകങ്ങൾ, അത് വിശ്വാസിയുടെ വ്യക്തിപരവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളിലാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. ആരാധനയും ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാണ് ഞാൻ ഈ ഭാഗം ആരംഭിച്ചത്. ആരാധനയിലെ വാക്കുകൾ, പ്രാർത്ഥനകൾ എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടണമെങ്കിൽ ആരാധന എന്നത് തന്നെയാണ് ജീവിതം, ജീവിതം എന്നത് തന്നെയാണ് ആരാധന. ആരാധനാ ജീവിതം എന്നൊരു ജീവിതമില്ല. നിങ്ങളുടെ ആരാധനയാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ആരാധന. അതുകൊണ്ട് തന്നെ ജീവിത സന്ദർഭങ്ങൾ ആരാധനയുടെ വാക്കുകളുമായി സമരസപ്പെട്ടു വേണം ജീവിക്കാൻ. ഇന്ന് പലപ്പോഴും ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത് ആ ആളാണോ ഈ ആൾ എന്ന് മനുഷ്യർക്ക് സംശയം തോന്നിപ്പോവുകയാണ്. പണ്ട് ഒരു അതിരുതർക്കം, ഞായറാഴ്ച ദിവസം രാവിലെ ഒത്തിരി വല്ലാത്ത അസഭ്യം കേട്ടുകൊണ്ടാണ് ഈ വീട്ടിലെ കാരണവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെയാണ്. അപ്പോൾ അതിരുതർക്കവുമായി ബന്ധപ്പെട്ട അയൽക്കാരൻ ഈ വീട്ടിലേക്ക് നോക്കി പുലഭ്യം പറയുകയാണ്. അപ്പോൾ വിശ്വാസിയായ കാരണവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇപ്പം ഞാൻ പള്ളി പോവാം, പോയേച്ച് വന്നേച്ച് ബാക്കി പറയാം. ഇതാണ് നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിത സന്ദർഭങ്ങളും സമരസപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് വല്ലാത്ത ഒരു സങ്കടമാണ്. നമ്മുടെ ആരാധനകൾ നീയായി ചോര വാർന്നൊഴിഞ്ഞു. പോലീസുകാരൻ വന്നു. പോലീസ് അന്വേഷണത്തിന് വന്നപ്പോൾ പള്ളിയിലെ പുരോഹിതനോട് ചോദിച്ചു, അച്ഛാ എന്താ സംഭവം, എന്താ വിഷയം, ആരുടെ ഭാഗത്താണ് തെറ്റ്? അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ സാറേ, ഞാൻ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് ഈ വിഷയത്തെ എന്തുവാണെന്നറിയില്ല. ഇതാണ് നമ്മുടെ നീതിബോധം. നമ്മുടെ നീതിബോധം ഇതാണ്. നമ്മളിപ്പോഴും പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. പുറത്ത് നടക്കുന്ന നയങ്ങൾ, അനീതികൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, അഭിമുഖീകരിക്കുന്നില്ല. പ്രാർത്ഥനയിൽ മുഴുകി നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. ഭരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങൾ അവരോട് സഹകരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? ഭരിക്കുന്നത് ആ പാർട്ടികൾ എന്ത് അസഹിഷ്ണുത പുലർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയാലും എല്ലാത്തിനോടും ഞങ്ങൾ സഹകരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ക്രൈസ്തവ സഭകളുടെ ഒക്കെ നിലപാടായി അത് മാറിയിരിക്കുകയാണ്. എന്തനീതി കാണിച്ചാലും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ. അവിടെ എങ്ങനെയാണ് ഈ ആരാധനയെ ജീവിതവുമായി സമരസപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? അവിടെയാണ് യെശയ്യാ പ്രവാചകൻ്റെ 1-ാം അധ്യായം അത് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നായി മാറുന്നത്. യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം എഴുതുന്നതിൻ്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ ഈ കാലഘട്ടവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥ ഇസ്രായേൽ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട കാലത്താണ് യെശയ്യാവ് പ്രവാചകൻ ഈ പ്രവചനം എഴുതുന്നത്. ഒറ്റ ഇസ്രായേലായിരുന്ന ഇസ്രായേൽ 2 ഇസ്രായേലായി മാറുകയാണ്, 2 രാജ്യങ്ങളായി മാറുകയാണ്. ഒന്ന് വടക്ക് ഇസ്രായേൽ, 2 തെക്ക് യഹൂദ. വടക്കേ രാജ്യം ദൈവത്തിനെതിരെ വലിയ പാപം ചെയ്ത് ജീവിക്കുകയായിരുന്നു, അതായത് ഇസ്രായേൽ ജനത.
തെക്ക് യഹൂദ രാജ്യവും അതേ ദിശയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രണ്ടായി പിരിഞ്ഞിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരും ഏതാണ്ട് ഒരു ദിശയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അധാർമികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു കാലഘട്ടം. അതേസമയം ഇസ്രായേലിൽ നിന്ന് വിഭജിച്ചു പോയ, മാറിപ്പോയ അവരുടെ സഹോദരങ്ങൾ യഹൂദ, അവരും നാശത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. അവരും രക്ഷപ്പെടുന്ന കാഴ്ചയൊന്നും കാണുന്നില്ല. പക്ഷേ മാനുഷിക വീക്ഷണത്തിൽ, അതായത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഉന്നതിയാണ്, ഭയങ്കര അഭിവൃദ്ധിയാണ്. രണ്ട് രാജ്യങ്ങൾക്കും സാമ്പത്തികമായി പുരോഗതിയുണ്ട്, നല്ല സൈന്യ ബലമൊക്കെ ഉണ്ട്, കൊള്ളാവുന്ന ആൾക്കാരൊക്കെ നേതൃതലത്തിലുണ്ട്, എല്ലാം കൊള്ളാം. ആളുകളൊക്കെ നല്ല കച്ചവടമൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ജീവിക്കുകയാണ്. മനുഷ്യർ നോക്കുമ്പോൾ കൊള്ളാം, നല്ലതാ, എല്ലാ പരിപാടിയും സജീവമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഈ സമൂഹം അതിൻ്റെ ഉള്ളിൽ തന്നെ ജീർണിച്ച അവസ്ഥയിലാണ്. മനുഷ്യർ നോക്കുമ്പോൾ നല്ല രീതിയിലാണ്, പക്ഷേ ദൈവം നോക്കുമ്പോൾ വല്ലാതെ ജീർണിച്ച അവസ്ഥയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും. ഇവിടെ പ്രവാചകൻ യഹൂദയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണത്തോടു കൂടിയാണ് ഈ പ്രവചനം ആരംഭിക്കുന്നത്. ഈ രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് പോലും നശിച്ച രാജ്യങ്ങളുമായിട്ടാണ് വേദപുസ്തകത്തിൽ. സൊദോം ഗൊമോറ, സൊദോം ഗൊമോറയിലെ ഭരണാധികാരികളുമായാണ് ഈ ദേശത്തെ താരതമ്യപ്പെടുത്തുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ ഹരിപ്പാട്ടുകാരെല്ലാവരും കൊള്ളാത്ത മനുഷ്യരാണ്, നിങ്ങൾ നമുക്കിഷ്ടമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേര് വെച്ച് നിങ്ങൾ അവരെ പോലെയാണ്, ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഒരാൾ പറഞ്ഞാൽ എന്തൊരു അപമാനകരമാണ് അല്ലേ? വളരെ എംബരസിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്, ഇൻസൾട്ടിങ് ആണ്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഈ പ്രവാചകൻ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സഭാജീവിതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയമായ ജീവിതം, ഇതിനെ ഉറപ്പായും ഈ ഇസ്രായേലിൻ്റെ ജീവിതത്തോട്, ആ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ സാധിക്കും. എൻ്റെ അച്ഛാ, ആ കാലത്ത് അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് നമ്മളിതെന്തിനാണ് ചിന്തിക്കുന്നത്? കണ്ണു തുറന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മളിങ്ങനെ കണ്ണടച്ച് തല കുനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിതൊന്നും പിടികിട്ടുന്നില്ല. നമ്മുടെ ചുറ്റും നോക്കിക്കേ, നമ്മൾ വേറെ സഭകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെ പള്ളിയിലെ കാര്യമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വേറെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ സഭയിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇതേ അവസ്ഥ തന്നെയാണ് നടക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓ എന്നാ രസമല്ലേ, വൈബ്രൻ്റാണ്, ആ ആൾ വൈബ്രൻ്റാണ്, അച്ഛൻ വൈബ്രൻ്റാണ്, ഇടവക വൈബ്രൻ്റാണ്, സഭ അതിനേക്കാൾ വൈബ്രൻ്റാണ്, വൈബ്രൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം മടുത്തു പോയിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പിള്ളേരെയൊക്കെ വീട്ടിൽ അടിക്കുമ്പോൾ ആദ്യമൊക്കെ അടിക്കാൻ എന്ത് സുഖമല്ലേ? അടിക്കുന്നു, പിള്ളേർ കരയുന്നു, ആഹാ, നമുക്ക് വല്ലാത്തൊരു നിർവൃതിയാണ്. പിന്നെ അടിക്കുന്നു, പിള്ളേർ കരയുന്നു, ആഹാ, പിള്ളേർക്ക് പേടിയുണ്ടായി അല്ലേ? പിള്ളേർ പേടിക്കുമ്പോഴാണ് മാതാപിതാക്കൾക്കൊരു മാനസികമായ സന്തോഷം. കുറച്ച് കഴിയുമ്പം പിള്ളേർ നിന്ന് തല്ലുകൊള്ളും, പിള്ളേരിങ്ങനെ നിന്ന് തല്ലുകൊള്ളും. അപ്പം നമ്മൾ മാതാപിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്: എടാ, നിന്നെ അടിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. മടുത്തു പോയിട്ട് പറയുന്നതാണ്. നമ്മൾ അത്രേ വില കൊടുക്കുന്നുള്ളൂ. നമ്മളതിൻ്റെ ആ മൂല്യം മുഴുവൻ താറുമാറായ സമയത്താണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. മടുത്തു പോയിട്ട് പറയുന്ന കാര്യമാണ്. ദൈവം ഈ കാലഘട്ടത്തിൽ ഈ സഭയോട്, ഈ സഭ എന്ന് പറയുമ്പോൾ അത് ദേവലോകത്തോ പുത്തൻകുരിശോ ഉള്ള കെട്ടിടത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. സഭ എന്ന് പറയുന്നത് നീയാണ്, ഞാനാണ്. ഈ സഭയോട്, എന്നോട്, നിന്നോട് പറയുകയാണ്: നിന്നെ അടിച്ചിട്ട് ഇനി എന്ത് കാര്യം? മടുത്തുപോയി, ഇനി അടിച്ചിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾ നിരന്തരം അനുസരണക്കേട് കാട്ടുകയാണ്, നിങ്ങൾ നിരന്തരം അനുസരണക്കേട് കാട്ടുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ദേശം ശൂന്യമായി പോയിരിക്കുന്നു. ഒരു കാലത്ത് നിങ്ങളുടെ ദേശം ഇങ്ങനെ ശൂന്യമല്ലായിരുന്നു, നിങ്ങളുടെ ദേശം ശൂന്യമായി പോയിരിക്കുന്നു.
ഈ ഹരിപ്പാട് കൺവെൻഷൻ ശൂന്യമായി പോയിരിക്കുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചുറ്റും നോക്കും. എൻ്റെ അച്ഛ എണ്ണിപ്പെറുക്കിയാൽ ഒരു 10 കസേര ബാക്കിയുണ്ട്, അച്ഛൻ പിന്നെ ഈ ശൂന്യമായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ മേഖലയിൽ എത്ര ദേവാലയങ്ങളുണ്ടെന്ന് എന്നോട് പ്രവീണച്ചൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും കൂടി വിചാരിച്ചിരുന്നെങ്കിൽ മണൽത്തരികൾ ഇങ്ങനെ ത്രസിച്ചതുപോലെ ഈ മണൽത്തരികളും ത്രസിക്കുമായിരുന്നു. നിങ്ങളും ശൂന്യമാക്കപ്പെട്ടിരിക്കുകയാണ്, ഞാനും ശൂന്യമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കൺവെൻഷൻ വേദികൾ മാത്രമല്ല, എല്ലായിടവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ പള്ളിയിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ വയോജന ഭവനം പോലെയാണെന്നാ, അല്ലേ, റിട്ടയർമെൻറ്റ് ഹോം പോലെ. പള്ളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ട് ധൂപം അർപ്പിക്കാൻ വരുമ്പോൾ അവിടെ ഒരു നരച്ചത്, ഇവിടെ ഒരു നരച്ചത്, ഇപ്പുറത്തൊരു നരച്ചത്, അപ്പുറത്തൊരു നരച്ചത്. പിന്നെ എങ്ങോട്ടും പോകാൻ കഴിയാത്ത, ഒരു തരത്തിലും സ്വന്തം ജീവിതം നിയന്ത്രിക്കാൻ കഴിയാത്ത ഇതുപോലുള്ള 4-5 എണ്ണവും വന്നിരിക്കും. ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ എങ്ങോട്ട് പോയി? നിങ്ങളുടെ ദേശം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും പ്രായമുള്ളവരുള്ളത് കൊണ്ട് ഇത് വലിയ അഭിവൃദ്ധിയാണെന്നൊന്നും കരുതരുത്. ഒരഭിവൃദ്ധിയല്ല. അന്ന് ദൈവം എന്തു പറഞ്ഞോ അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദേശം, എൻ്റെ സഭ, എൻ്റെ ഇടവക, എൻ്റെ ജീവിതം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. സംശയമില്ല. എങ്ങനെ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ന്യായീകരണങ്ങൾ പറയും, അല്ലേ? പുറത്തുനിന്നൊക്കെ ആൾ വരുമ്പോൾ ഞങ്ങളാണേലും പള്ളി, അച്ഛാ ഇന്ന് 2 കല്യാണം ഉണ്ട്, ഒന്ന്, പിന്നെ ഇവിടെ അടുത്ത് 1-2 കാര്യങ്ങളുണ്ട്, പിന്നെ ജനസദസ്സ് നടക്കുന്നത് കൊണ്ട് വരാൻ വഴിയിൽ ഒരു തരത്തിലും പറ്റൂല, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇത് പള്ളി നിറച്ച ആളാണ്. ഒന്നുമില്ല, വെറുതെ പടമാണ്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശൂന്യമാക്കപ്പെട്ടിരിക്കുകയാണ്. ദേശവും സഭയും ഇവിടെയൊക്കെ ശൂന്യമാക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ദേശത്തിന്, ഈ 2 രാജ്യങ്ങൾക്കും സംഭവിച്ചിരിക്കുന്നത്? അവരുടെ ആരാധനയിലാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി വേദപുസ്തകത്തിൽ പറയുകയാണ്. അവരുടെ ആരാധനയിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ആരാധന പ്രശ്നമാണെന്ന് വളരെ കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. നിങ്ങൾ അർപ്പിക്കുന്ന അസംഖ്യമായ യാഗങ്ങൾ എനിക്കെന്തിനാ? ശനിയാഴ്ചയും ഞായറാഴ്ചയും പറ്റുവാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന വെക്കാൻ എന്തൊരു താല്പര്യമാണ്. രാവിലെ വിശുദ്ധ കുർബാന കണ്ടില്ലെങ്കിൽ അന്ന് നമ്മുടെ ഭാഗത്തുള്ള സൂര്യൻ ഉദിക്കുകയല്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. നിങ്ങൾ അർപ്പിക്കുന്ന യാഗങ്ങൾ എനിക്കെന്തിനാ? മുട്ടാടുകളെ അർപ്പിച്ചുകൊണ്ടുള്ള ഹോമയാഗങ്ങളും കൊഴുപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. ഐ ആം ഫെഡ് അപ്പ് വിത്ത് യുവർ വർഷിപ്പ് എന്നാണ് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങൾ രാവിലെ പള്ളിയിൽ ചെല്ലുമ്പോൾ മറ ഇങ്ങനെ വലിക്കുമ്പോൾ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ അർപ്പിക്കുന്ന ആരാധന എനിക്ക് മതിയായി. നമ്മൾ 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു കാര്യം മതിയായി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന് മതിയായി. നിങ്ങളുടെ ആരാധന ദൈവത്തിന് മതിയായി. ഞാനിനി അതിലൊന്നും പ്രസാദിക്കുകയില്ല. അടുത്ത വാചകമാണ് എന്നെ വല്ലാണ്ട് കുത്തിമുറിച്ച ഒരു വാചകമാണ്. എൻ്റെ സാന്നിധ്യത്തിൽ ഇവയുമായി വന്ന് എൻ്റെ അങ്കണം ചവിട്ടിമെതിക്കാൻ ആരാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്? പള്ളിയിൽ ലക്ഷങ്ങൾ മുടക്കി മാറ്റിട്ടിട്ടുണ്ട്. പള്ളിയിലെ മാറ്റില്ലേ, വർഷാവർഷം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. വളരെ സർക്കാസ്റ്റിക്കായിട്ട് വിമർശിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പള്ളിയിലെ മാറ്റ് ചവിട്ടി മെതിക്കാനായിട്ട് നീ ഇനിയും ഈ ആരാധനയ്ക്ക് കടന്നു വരേണ്ട ആവശ്യമുണ്ടോ? നീ വരുന്നത് കൊണ്ട് ഒറ്റ കാര്യം നടക്കുന്നുള്ളൂ. ഈ പള്ളിയിലെ മാറ്റ് അത് അഴുക്കായിക്കൊണ്ടിരിക്കുക ഓരോ ആഴ്ചയിലും. നീ വരാതിരുന്ന് കഴിഞ്ഞാൽ അത്ര ഇട വൃത്തിയായിക്കോളും. ആഴ്ചയിൽ അത് വൃത്തിയാക്കി ഇട്ടാൽ മതിയല്ലോ. നീ ഇങ്ങനെ ആരാധനയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് എൻ്റെ അങ്കണം ചവിട്ടി മെതിക്കുകയാണ്. ആരാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്? ഹു ആസ്ക്ഡ് യു? ആരാ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് ഇത് ചവിട്ടി മെതിക്കാൻ? നിങ്ങളുടെ ധൂപം ഞാൻ വെറുക്കുന്നു. ധൂപക്കുറ്റിക്കകത്തൊരിത്തിരി കരി കുറഞ്ഞാൽ, ഒരിത്തിരി പുക കുറഞ്ഞാൽ സങ്കടപ്പെടുകയും ശുശ്രൂഷക്കാരൻ്റെ ചെവിട്ടത്തടിക്കുകയും ചെയ്യുന്ന പുരോഹിതൻ ചിന്തിക്കണം, നിൻ്റെ ധൂപം ദൈവം വെറുത്തിരിക്കുകയാണ്.
നിങ്ങളുടെ അമാവാസിയും ശബത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ ആധാർമികത നിറഞ്ഞ ഉത്സവങ്ങളും എനിക്ക് അസാധ്യമാണ്. എന്തെല്ലാം റാലി നടത്തിയാലും, എത്ര സമ്മേളനങ്ങൾ നടത്തിയാലും, ദിസ് ഈസ് ഇൻടോളറബിൾ ഫോർ മീ. എനിക്കിത് അസഹ്യമാണ്. ഞാനിതിനെയെല്ലാം വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു. അവ എനിക്ക് അസഹ്യം. പിന്നീട് ഒരു ഭക്തൻ്റെ ജീവിതത്തെ വല്ലാണ്ട് വ്രണപ്പെടുത്തുന്ന, അവൻ്റെ സകല പോരാട്ട വീര്യത്തെയും തകർക്കുന്ന ഒരു അരുളപ്പാട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്. നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം തിരിച്ചു കളയും. നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖം തിരിച്ചു കളയും. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. എന്തൊരാഹ്വാനമാണ്. പക്ഷേ അടുത്ത ആരാധനയിൽ നിങ്ങൾ ഈ ശബ്ദം കേൾക്കണം കേട്ടോ. വെറുതെ ഇന്ന് രാത്രി കൊണ്ട് ഇത് അവസാനിപ്പിച്ച് പോയിക്കൂടാ. എല്ലാ കൺവെൻഷനിലും എല്ലാ വചന ധ്യാനങ്ങളിലും ഒരുങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവമേ ഈ വചനം എൻ്റെ ജനത്തെ അസ്വസ്ഥമാക്കണമേ എന്നാണ്. നമ്മളെല്ലാവരും വചനം കേൾക്കുന്ന രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ഈ ആരാധന മൂത്ത ചില ആളുകൾ പറയും, എൻ്റെ അച്ഛ രാത്രിയിൽ വീട്ടിലെ പണി മുഴുവൻ ഒതുക്കിയേച്ച് ഈ പിള്ളേരുടെ ശല്യമില്ലാതെ, ഭർത്താവിൻ്റെ ശല്യമില്ലാതെ, ഭാര്യയുടെ ശല്യമില്ലാതെ ഈ കഥകളെല്ലാം അടച്ച് രാത്രിയിൽ ഇത്തിരി നേരം ആ ബോബി ജോസ് അച്ഛനെയോ ആ പൂവണ്ണത്തിൽ അച്ഛനെയോ ഇത്തിരി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനം അച്ഛ. പിന്നെ ഉറങ്ങാനൊരു സുഖമാണ്. പ്രിയമുള്ളവരെ, ഉറങ്ങാനായിട്ട് ഈ വചനം ആരും പഠിക്കരുത്, കേൾക്കരുത്. ഈ രാത്രിയിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഉറക്കം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ വചനം അർത്ഥപൂർണമായി തീർന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അടുത്ത ആഴ്ച നിങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുവാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഉയർത്തുമ്പോൾ ഈ വചനം കേൾക്കണം. നീ കൈ ഉയർത്തുമ്പോൾ, നീ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മുഖം തിരിച്ചു കളയും. ഇതൊരു ഇൻസൾട്ടിങ് ആണ്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ ശ്രദ്ധിക്കില്ല. ഒന്നാമത് പറഞ്ഞ് കണ്ണടച്ച് കളയും. അതാണല്ലോ മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കളയുമെന്നാണ്. രണ്ടാമത് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് വെച്ചാൽ ചെവി അടച്ചു കളയും. നമ്മുടെ ഒരു ദൈവസങ്കല്പം കണ്ണും മൂക്കും ചെവിയും നാക്കും ത്വക്കുമുള്ള ഒരു മനുഷ്യ രൂപമാണ് അല്ലേ? എത്രയൊക്കെ എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു ദൈവസങ്കല്പം അതാണ്. തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും തൂണെന്നോർത്താണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യ രൂപം മുന്നിൽ കണ്ടിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുണ്ട്, ചെവിയുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, സ്പർശിക്കാൻ കരങ്ങളുണ്ട്, കാലുകളുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ. ഇങ്ങനെയുള്ളൊരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ദൈവത്തിന് കണ്ണുമില്ല, ചെവിയില്ല എന്നറിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന അന്ന് അവസാനിക്കും. നിങ്ങളുടെ പ്രാർത്ഥന അന്ന് അവസാനിക്കും. കാരണം കണ്ണില്ലാത്ത, ചെവിയില്ലാത്ത, എന്നെ കാണാത്ത, എൻ്റെ അപേക്ഷകൾ, എൻ്റെ ആവലാതികൾ, എൻ്റെ വിഷമങ്ങൾ കേൾക്കാത്ത, എൻ്റെ രോഗങ്ങളെ കാണാത്ത ഈ ദൈവത്തിന് എനിക്ക് വേണോ? പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ദൈവം അങ്ങനെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ദൈവം അങ്ങനെ മാറിയിരിക്കുകയാണ്. മാറിയിരിക്കുകയാണ്. നിങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളെ കാണൂല. എപ്പോഴൊക്കെ നിങ്ങൾ കൈ ഉയർത്തുന്നോ അന്നേരം ഞാൻ കണ്ണടച്ച് കളയുമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈ താത്തിടുമ്പോൾ ഞാൻ കണ്ണ് തുറക്കുമെന്നൂടെ അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ പ്രശ്നം, നിങ്ങളുടെ ആരാധനയാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ മനുഷ്യനായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണ് തുറന്ന് നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ ഈ വേഷം കെട്ടലുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ആരാധന നടത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണടച്ച് കളയും. ആരാധനക്രമത്തിലെ വാചകങ്ങൾ, വാക്കുകൾ അർത്ഥമറിയാതെ വെറും ജൽപ്പനങ്ങളായി എൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, നിങ്ങളത് ചൊല്ലുമ്പോൾ, ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ ഞാൻ എൻ്റെ ചെവി അടച്ചു കളയും. എനിക്കത് കേൾക്കാനുള്ള ത്രാണിയില്ല എന്ന് ദൈവം പറയുകയാണ്. നിങ്ങളുടെ കരങ്ങൾ രക്തമങ്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ നീതിയെപ്പറ്റി പറഞ്ഞത്. നീതിയില്ലാത്ത ആരാധന. നമ്മുടെ കൈകളിലേക്കൊന്നും നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാത്ത രക്തക്കറകൾ അനവധി അവിടെയുണ്ട്. നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സാമൂഹികമായ ചലനങ്ങളിലൊക്കെ ഈ കൈകൾ രക്തം പുരണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലാണ്. കഴുകി
വെടിപ്പാക്കുവിനെന്നാണ് പറയുന്നത്. ആരാധനയിലേക്ക് വരുമ്പോൾ കഴുകി വെടിപ്പാക്കുവിനെന്നാണ് പറയുന്നത്. ഈ കഴുകി വെടിപ്പാക്കലില്ലാതെ ഒരു പ്രാർത്ഥനയുടെ മുകളിൽ അടുത്ത പ്രാർത്ഥന ചൊല്ലി 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 പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണ്. രാവിലെ നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകും എൻ്റെ അച്ഛ, എന്നിട്ടും തൃപ്തിയില്ല. വൈകുന്നേരം കത്തോലിക്ക പള്ളിയിലെ കുർബാനയും കൂടെ കണ്ടാലേ ഒരു സ്വസ്ഥതയുള്ളൂ. ഒരു ദിവസം 2 കുർബാന വീതം ദൈവം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ ദിവസം പറയുകയാണ്. പിന്നെ എന്താണ് ആരാധന? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വാചകം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. കം ലെറ്റ് us reconcile. നമ്മുടെ ആരാധന ആരംഭിക്കുന്നത്, ഞായറാഴ്ച ആരാധന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നിരപ്പാകണമേ ദൈവമേ നിൻ നിരുപമ കൃപയാൽ ഞങ്ങളോട്. നിരപ്പാകണമേ ദൈവമേ നിൻ നിരുപമ കൃപയാൽ ഞങ്ങളോട്. ഇവിടെ യെശയ്യാ പ്രവാചകനല്ല പറയുന്നത് ബാ നമുക്ക് രമ്യതപ്പെടാമെന്ന്. ആരാണ് പറയുന്നത്? സർവേശ്വരൻ അരുളി ചെയ്യുന്നു, വരൂ നമുക്ക് രമ്യതപ്പെടാം. കം ലെറ്റ് us reconcile. നമ്മുടെ ആരാധന ആരംഭിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഇന്ന് വരെ നമ്മളിതിങ്ങനെ ഈണത്തിൽ പുതിയ 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 ട്യൂണിൽ ചൊല്ലിയത് കൊണ്ട് ഇതെന്നാ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, ദൈവവുമായി രമ്യതപ്പെടാം. പിന്നീട് മറ്റൊരു പാട്ടിൽ പറയുന്നുണ്ട്, ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കുന്ന സമയം ഇതാണ്. ദൂരസ്ഥർ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കുന്ന സമയം ഇതാണ്. അപ്പോൾ ആദ്യം ആരോടാണ് രമ്യതപ്പെടേണ്ടത്? ദൈവത്തോട് രമ്യതപ്പെടണം. അത് കഴിഞ്ഞിട്ട് ദൂരത്തും അകലത്തും ഒക്കെ ഉള്ളവർ, അത് മനസ്സുകൊണ്ടാകാം, ചിന്തകൾ കൊണ്ടാകാം, ആശയങ്ങൾ കൊണ്ടാകാം, സഭകൾ കൊണ്ടാകാം, രാഷ്ട്രീയം കൊണ്ടാകാം, ദേശങ്ങൾ കൊണ്ടാകാം, ജാതി കൊണ്ടാകാം, എല്ലാം കൊണ്ടും സമീപസ്ഥരും ദൂരസ്ഥരുമായ മനുഷ്യരെല്ലാം ഇപ്പോൾ ഇവിടെ നിരപ്പാകണം. അതിനുശേഷമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മളെങ്ങനെയാണ്? തന്നിരിക്കുന്ന പേരെല്ലാം വരച്ച് കഴിയുമ്പോൾ നമ്മൾ മോളിൽ കയറി അടുത്ത പരിപാടി തുടങ്ങും. എവിടെ നിരപ്പാകുന്നു? എന്ത് നിരപ്പാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആരാധനകൾ നിരന്നിട്ട് വേണം. ദൈവത്തോട് നിരക്കണം ആദ്യം, അതിനുശേഷം തമ്മിൽ നിരക്കണം. അന്നേരമാണ് ആരാധന അനുഗ്രഹമായി മാറുന്നത്. അതുകൊണ്ട് ഈ ആരാധന തന്നെയാണ് അനുരഞ്ജനത്തിനുള്ള ഇടം. ഈ ആരാധന തന്നെയാണ് അനുരഞ്ജനത്തിനുള്ള ഇടം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അച്ഛാ ഞായറാഴ്ച അപ്പോൾ പള്ളി വരുമ്പോൾ കൈകസ്തൂരി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മറ്റൊരു കണ്ടീഷൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ആരാധന. നിങ്ങളുടെ ജീവിതം തന്നെ ആരാധനയാകുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെയാണ് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ. വർഷിപ്പ് ഈസ് എ പ്ലേസ് ഫോർ റെക്കൺസിലിയേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ അനുരഞ്ജനം സംഭവിക്കണം. എന്താണ് അനുരഞ്ജനം? എന്താണ് ഈ നിരപ്പാകൽ? എന്തല്ല ഈ നിരപ്പാകൽ എന്ന് ആദ്യം പറയാം. ഇത്തിരി പൈസ പള്ളി കൊടുക്കുന്നത് നിരപ്പാകുന്ന പരിപാടിയല്ല. പള്ളിയിലെ പെരുന്നാൾ സ്പോൺസർ ചെയ്യുന്നത് നിരപ്പാകുന്ന പരിപാടിയല്ല. കൺവെൻഷൻ്റെ നോട്ടീസ് സ്പോൺസർ ചെയ്യുന്നത് നിരപ്പാകുന്ന, എൻ്റെ ദൈവമേ, ഇത് സ്പോൺസർ ചെയ്ത ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശത്തെ ഞാൻ അതിനെ തൃണവൽഗണിക്കുകയല്ല കേട്ടോ. നമ്മുടെ ഒരു ചിന്തയാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുമ്പോൾ അച്ഛാ പെരുന്നാളാണല്ലേ, ഭക്ഷണം ഞാൻ കൊടുക്കാം. കാരണം ഈ ഭക്ഷണം കൊടുത്ത ആളെ എല്ലാവരും അന്വേഷിക്കും, നല്ല ഭക്ഷണമാണെങ്കിൽ. അതുകൊണ്ട് ഭക്ഷണം ഞാൻ കൊടുക്കാം. ഇതാണ് നിരപ്പാകലെന്ന് ചിന്തിക്കരുത്. സ്പെഷ്യൽ കുർബാന ചൊല്ലിക്കുന്നത് നിരപ്പാകലാണെന്ന് ചിന്തിക്കരുത്. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, ദുരിതങ്ങളുണ്ടാകുമ്പോൾ അനുതാപം ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടിയിട്ട് അച്ഛൻ്റെ അടുത്ത് വരും, അച്ഛാ നമുക്കൊരു സ്പെഷ്യൽ കുർബാന അങ്ങ് ചൊല്ലിച്ചാലോ? ആരെ കൊണ്ട് ചൊല്ലിക്കണം? നമുക്കൊത്തിരി ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? സ്പെഷ്യൽ കുർബാന ചൊല്ലുന്നത് നിരപ്പാകലാണെന്ന് വിചാരിക്കരുത്. പെരുന്നാൾ നടത്തിയോ, സമ്മേളനം നടത്തിയോ, ആഘോഷം നടത്തിയോ, റാലി നടത്തിയോ അനുരഞ്ജനപ്പെടാമെന്നാരും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ എന്താണ് അനുരഞ്ജനം? യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യുവാൻ പരിശീലിക്കുവിൻ,
നന്മ ചെയ്യുവാൻ പരിശീലിക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ എന്ന് മറ്റൊരു വിവർത്തനത്തിൽ കാണുന്നുണ്ട്. നന്മ ചെയ്യുവാൻ പഠിക്കണം. 10,000 മനുഷ്യർ, 5,000 ഒന്നുമല്ല, 30,000 മനുഷ്യർ കൺവെൻഷൻ കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ കമ്മിറ്റിക്കാർ, ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, അതെ, ഇനി പ്രസംഗം നീട്ടുന്നതിനകത്ത് വലിയ കാര്യമില്ല, നമ്മൾ കുഴഞ്ഞു പോകും, ഇവരെല്ലാം പറഞ്ഞയക്കണം, ഭക്ഷണമില്ല കൊടുക്കാൻ. അപ്പോൾ ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണെന്ന് വിചാരിച്ച് ദൈവം, ക്രിസ്തു, ഹൃദയമില്ലാത്ത മനുഷ്യൻ, എല്ലാം അറിയുന്ന ക്രിസ്തു അവരോട് പറയുക, നിങ്ങൾ കൊടുക്കണം. എന്നോട് ചോദിക്കാൻ വന്നേക്കുവാണ്, നിങ്ങൾ കൊടുക്കണം. നന്മ ചെയ്യാൻ പഠിക്കണം. ചിലപ്പോൾ അസാധ്യമാണ്, സാധ്യതകളൊക്കെ നമ്മളിങ്ങനെ, നമ്മുടെ കൺമുൻപിൽ ചിലപ്പോൾ സാധ്യതകളൊന്നും ഉണ്ടാവില്ല. നമ്മളിതെല്ലാം ഒത്തു വന്നേച്ച് നന്മ ചെയ്യാനിരിക്കുന്നവരാണ്. എൻ്റെ അച്ഛ ബമ്പർ എടുത്തിട്ടുണ്ട്, ബമ്പർ അടിച്ച പള്ളിയിൽ ഒരു സാധാരണക്കാരന് വീട് വെച്ച് കൊടുത്തിരിക്കും അച്ഛാ. എവിടാ? ജീവിതകാലത്ത് നമ്മുടെ വഴി കൂടെ ആ സാധനം വരില്ല. നന്മ ചെയ്യുവാൻ പഠിക്കണം. നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുപ്പീനെന്ന് ക്രിസ്തു പറയുകയാണ്. രണ്ടാമത് പറയുകയാണ്, നീതി ഉറപ്പുവരുത്തണം. അതാണ് അനുരഞ്ജനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. നീതി ഉറപ്പുവരുത്തണം. നീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ ഈ നീതിന്യായങ്ങളെല്ലാം വന്നേച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്താനിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ മറ്റൊരു വിവർത്തനത്തിൽ, വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നത് എങ്ങനെയാണ്? നീതി അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത് അന്വേഷിക്കേണ്ട ചുമതലയും നിങ്ങൾക്ക് തന്നെയാണ്. നീതി അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. പാപിനിയായ സ്ത്രീ, അവളെ ഓടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. നീതി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവളെ പറഞ്ഞു വിടുന്നത്. അല്ലാതെ നമ്മുടെ ഒരു രീതിയിൽ, ഇങ്ങനെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു അഴുകൊഴ രീതിയിൽ വേണേൽ ഉറപ്പ് വരുത്തായിരുന്നു. എടി കൊച്ച, നീ ഏതായാലും പോ, നിങ്ങളിപ്പോൾ പിരിഞ്ഞു പോ, നമുക്കൊന്നുകൂടെ കൂടിയേച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ നമുക്കൊരു കമ്മിറ്റി ഒന്ന് കൂടാം, എന്നിട്ട് ഈ പെണ്ണ് ചെയ്തത് എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞേച്ച് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. എടി കൊച്ചേ, നീ ഇപ്പം തൽക്കാലം അങ്ങോട്ട് പോ. അച്ഛൻ്റെ ഒരു നീതിബോധം അല്ലേ, അച്ചായൻ്റെ ഒരു നീതിബോധം. ആ പെണ്ണ് രക്ഷിച്ചു. ഏതാ, 2 ദിവസം കഴിയുമ്പോൾ ഇത് മറന്നു വീണ്ടും അവളെ ഇട്ട് ഓടിക്കും കല്ലെറിയാൻ. പക്ഷെ കർത്താവ് അതിനൊന്നും ഇടവരുത്തുന്നില്ല. നീതി ഉറപ്പുവരുത്തുകയാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിഞ്ഞു. ഇനി ആരെങ്കിലും ചെയ്തവന്മാരുണ്ടെങ്കിൽ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. പിന്നെ പെണ്ണിൻ്റെ പുറകെ ഒരുത്തനും കല്ലും കൊണ്ട് നടന്നിട്ടില്ല. നീതി ഉറപ്പുവരുത്തുകയാണ്. മർദ്ദിതന് സഹായം ചെയ്യണം. മർദ്ദിക്കപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. ഒത്തിരി കാരണങ്ങളുടെ പേരിൽ തെറ്റ് ചെയ്തിട്ട് മർദ്ദിക്കപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. എനിക്ക് അവരെ പറ്റി പറയാനാണ്. നിങ്ങൾ തെറ്റ് ചെയ്യാതെ മർദ്ദിക്കപ്പെട്ടവരെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വേറൊരു കൂട്ടരെ പറ്റിയാണ്. തെറ്റ് ചെയ്തിട്ട് മർദ്ദനമേറ്റ മനുഷ്യരുണ്ട്. കേസുകളിൽ അകപ്പെട്ട് മർദ്ദനമേറ്റ മനുഷ്യരുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ അപഹാസ്യരായ പുരോഹിതരും മനുഷ്യരുമുണ്ട്. അവർക്ക് എന്ത് സഹായമാണ് കൊടുക്കുന്നേ? വയലിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ കതിര് പറിച്ച് കഴിക്കുന്ന ശിഷ്യന്മാരെ യഹൂദന്മാർ പേടിപ്പിക്കുന്നുണ്ട്, പ്രമാണികൾ. കർത്താവ് പറയുന്നുണ്ട്, വേദപുസ്തകത്തിൽ അങ്ങനെ കൃത്യമായി പറയുന്നില്ലെങ്കിലും കർത്താവിൻ്റെ ധ്വനി അത് തന്നെയാണ്. അതെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. അവന്മാർ എൻ്റെ പിള്ളേരാ, ഞാൻ നോക്കിക്കോളാം. അല്ല, നിങ്ങളെല്ലാവരും കൂടി കയറി അവന്മാരെ വിധിക്കാൻ വരണ്ട, ഞാൻ നോക്കിക്കോളാം. മർദ്ദന ഏൽക്കുന്ന തെറ്റ് ചെയ്തിട്ട് മർദ്ദനയേറ്റ മനുഷ്യരെ കൂടെ നിർത്താൻ സാധിക്കണം, അവരെ സഹായിക്കാൻ സാധിക്കണം. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. അവസാന നിമിഷത്തിൽ ഈ ലോകത്തിൻ്റെ ആ നാടിൻ്റെ മുഴുവൻ മർദ്ദനയേറ്റ്, പടയാളികളുടെ മർദ്ദനയേറ്റ്, മനുഷ്യൻ്റെ മുഴുവൻ തുപ്പലേറ്റ് ഒരു കള്ളൻ, ആ മനുഷ്യൻ ചോദിച്ചു, കർത്താവേ, നീ എന്നെ കൂടെ ഒന്ന് ഓർക്കണം, എൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടാകണം. അവസാന നിമിഷം മർദ്ദനയേറ്റ മനുഷ്യനാണ്. സഹായത്തിൻ്റെ ഒരു കരം നീട്ടിക്കൊടുക്കുകയാണ്. ഇന്ന് ടുഡേ ഇറ്റ്സെൽഫ്, ഇന്ന് നീ എന്നോടൊപ്പം പർദീസയിലിരിക്കും. മർദ്ദിതന് സഹായം കൊടുക്കുവാൻ സാധിക്കണം. അനാഥന് സംരക്ഷണം കൊടുക്കാൻ സാധിക്കണം. അനാഥർക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കണം. ഇതെല്ലാം ആരാധനയുടെ ഭാഗമാണ്, അനുരഞ്ജനത്തിൻ്റെ ഭാഗമാണ്. അനാഥരായ മനുഷ്യർ, എല്ലാവരും ഉണ്ടായിട്ടും അനാഥരായ മനുഷ്യർ ഒത്തിരി പേരുണ്ട്. കർത്താവിൻ്റെ
പരസ്യ ശുശ്രൂഷക്കാലത്ത് കുഷ്ഠരോഗിയായ മനുഷ്യൻ, അയാൾക്ക് ഭാര്യയുണ്ടോ പിള്ളേരുണ്ടോ ഇതൊന്നും പറയുന്നില്ലെങ്കിൽ പോലും കുടുംബസ്ഥനായ ഒരു മനുഷ്യനാകാം. പെട്ടെന്നൊരു ദിവസമാണ് ശരീരത്തെ ഒരു വ്രണം കാണുന്നത്. പെട്ടെന്ന് വ്രണം കൂടിക്കൂടി വരികയാണ്. ഇന്നലെ വരെ തന്നെ ആലിംഗനം ചെയ്ത ഭാര്യയും മക്കളും അകന്നു തുടങ്ങി. അയാൾ മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. കല്ലറകളിൽ താമസിക്കുകയാണ്. മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോയ മനുഷ്യൻ, അനാഥനാക്കപ്പെട്ട മനുഷ്യൻ. അയാൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഒന്നിൽ ഇന്ന് ഞാൻ ചാകും, ഇവന്മാരെല്ലാം കൂടെ എന്നെ കല്ലെറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കും. കർത്താവിനെ തൊട്ടു സൗഖ്യമാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവ് അവനെ ചുംബിച്ചു, അവൻ്റെ വ്രണങ്ങളിൽ ചുംബിച്ചു, അവനെ സൗഖ്യമാക്കി എന്ന് ചിന്തിക്കാനാണ് നമുക്കിഷ്ടം. കാരണം അവനെ ചുംബിക്കുമ്പോൾ ഇതുവരെ തൊടാതിരുന്ന ഒരു മനുഷ്യനെ ക്രിസ്തു ജനമധ്യത്തിൽ തൊടുമ്പോൾ അയാളെ ഈ സമൂഹവുമായി അനുരഞ്ജനപ്പെടുത്തുകയാണ്. നീതി ഉറപ്പാക്കുകയാണ്. അയാളെ പുനഃസ്ഥാപിക്കുകയാണ്. അതാണ് അനുരഞ്ജനം. അവസാനം വിധവയ്ക്ക് വേണ്ടി വാദിക്കുവിൻ എന്നാണ് പറയുന്നത്. വിധവയ്ക്ക് വേണ്ടി വാദിക്കുവിൻ എന്നാണ് പറയുന്നത്. ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ് വിധവയ്ക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ശുശ്രൂഷിക്കുന്ന പള്ളിയിൽ ഒരു വിധവയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം വാദിച്ച കമ്മിറ്റിക്കാർ പറയും, അച്ഛനെ ചിലപ്പം വന്നതല്ലേ ഉള്ളൂ, അറിയാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയും. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്ന് ഉപദേശിക്കാൻ തുടങ്ങും, അച്ഛാ അത് വേണ്ട കേട്ടോ. മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ആ വിധവയ്ക്ക് വേണ്ടി വാദിച്ചാൽ പറയും, ഇയാളും അവരുമായിട്ട് എന്തോ കണക്ഷനുണ്ട്. ഇത് നമ്മുടെ ലോകം ഇതാണ്. അന്നും ഇത് തന്നെ, ഇന്നും ഇത് തന്നെ. വിധവയ്ക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞാൽ വിഷയമുള്ള കാര്യമാണ്, പ്രശ്നമാണ്, അപകടമാണ്, മുറിവേൽക്കും. സ്തേഫാനോസ് സഹദ വിധവകൾക്ക് വേണ്ടി വാദിക്കുവാൻ ഈ ലോകത്തിൽ ജീവിച്ച മനുഷ്യനാണ്, ക്രിസ്തു ശിഷ്യൻ. കർത്താവ് വിധവയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ദേവാലയത്തിൽ ചെന്നു, അവിടെ ഇരുന്ന് നോക്കി ഉമ്മാരൊക്കെ എത്ര നോട്ടാണ് ഇടുന്നതെന്ന്. അവസാനം വിധവയുടെ വെള്ളിക്കാശ് കണ്ടു, ചില്ലിക്കാശ് കണ്ടു. വിധവയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ഈ സ്ത്രീ ഇട്ടതിൻ്റെ അപ്പുറം ഒന്നും ഒരു മനുഷ്യന് ഇട്ടിട്ടില്ല. വിധവയ്ക്ക് വേണ്ടി വാദിക്കുന്ന ക്രിസ്തു. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ജീവിതത്തിൽ മാതൃകകൾ അന്വേഷിച്ച് നടക്കുക. നമ്മുടെ ഒരു ന്യായീകരണമാണ് ഇപ്പോഴത്തെ. മെത്രാച്ചൻ പോരാ, അച്ഛൻ പോരാ, പള്ളി പോരാ, ഈ സഭയുടെ സിസ്റ്റം മുഴുവൻ കറപ്റ്റഡാണ്, ഇത് മുഴുവൻ കൊള്ളൂല, മുഴുവൻ പോരാ. ആരെ നോക്കിയാച്ചാ പഠിക്കണ്ടേ? ഇവന്മാരെല്ലാം പ്രശ്നമല്ലേ? ഏതാ എന്നോട് പറയുന്നത്? എൻ്റെ മുഖത്ത് നോക്കി എന്നെ പറയുക, പക്ഷെ വേറെ അച്ഛനെയാണ് പറയുന്നത്. അച്ഛാ ആരെ നോക്കിയാൽ പഠിക്കണ്ടേ? സഭയെ മുഴുവൻ ഇങ്ങനെ പ്രശ്നമല്ലേ? ഒറ്റ മാതൃകയേ ഉള്ളൂ, എനിക്കല്ലാതെ മറ്റൊരു മാതൃകയില്ല. നസറായനായ ക്രിസ്തു യേശു നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം ജീവിച്ച് കാണിച്ച മനുഷ്യനാണ്. പച്ചയായ മനുഷ്യൻ, നന്മ അന്വേഷിച്ച മനുഷ്യൻ, നീതി ഉറപ്പാക്കിയ മനുഷ്യൻ, വിധവയെ സംരക്ഷിച്ച മനുഷ്യൻ, അനാഥനെ സംരക്ഷിച്ച മനുഷ്യൻ. അതുമാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അതുകൊണ്ട് ഈ സന്ധ്യയിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, കം ലെറ്റ് us reconcile. വരൂ, നിങ്ങൾ എന്നോട് ആദ്യം അനുരഞ്ജനപ്പെടണം. നിങ്ങളുടെ ആരാധനകൾ എനിക്ക് വെറുപ്പായിരിക്കും, നിങ്ങളുടെ ആരാധനകൾ പുനഃക്രമീകരിക്കപ്പെടണം. അതിന് നമുക്കൊരുമിച്ച് അനുരഞ്ജനപ്പെട്ട് ആരാധനയിൽ സംബന്ധിക്കാം. ഈ 18-ാം വാക്യം, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ പലപ്പോഴും കേൾക്കുകയും ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ നിങ്ങൾക്ക് ഒത്തിരി പ്രത്യാശ നൽകി സംസാരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ ഹിമം പോലെ. പലപ്പോഴും ഞങ്ങൾ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ നമ്മുടെ കർത്താവ് വെളുപ്പിക്കും, വെണ്മയുള്ളതാക്കി തീർക്കും. വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല. വേദപുസ്തകത്തിൽ എന്നാ പറഞ്ഞെന്നറിയാവോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞേച്ച് വരൂ നമുക്ക് രമ്യതപ്പെടാം. നമ്മൾ തമ്മിൽ രമ്യതപ്പെട്ടാൽ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെണ്മയുള്ളതായി തീരും. സാധ്യതയാണ്, ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരികയാണ്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഈ ആരാധനയൊക്കെ ഒന്ന് പുനഃക്രമീകരിച്ച് ഒന്നുകൂടി ഒന്ന് പുനഃവ്യാഖ്യാനം ചെയ്ത് പുനഃചിന്തനത്തോടു കൂടി കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ആരാധനയും ജീവിതവും സമരസപ്പെട്ടു വരുമ്പോൾ, നിങ്ങൾ ദൈവവുമായി ഞാനുമായി അനുരഞ്ജനപ്പെടുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുമായി സമൂഹമായി അനുരഞ്ജനപ്പെടുമ്പോൾ, ദൂരസ്ഥർ സമീപസ്ഥരുമായി അനുരഞ്ജനപ്പെടുമ്പോൾ, വേണമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ചിലപ്പോൾ
ഹിമം പോലെ വെളുക്കും. അല്ലാതെ വെളുപ്പിക്കാനിരിക്കുന്ന അലക്കുകാരനല്ല കർത്താവ്. നമ്മുടെ വിചാരം എന്നാ ചെയ്താലും കുഴപ്പമില്ല, ഒരു ദിവസം ഇതങ്ങ് വെളുപ്പിക്കും 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 എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയെല്ലാം കൂടെ അങ്ങ് ചൊല്ലിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ന് രാവിലെ രാത്രി പ്രാർത്ഥന ചൊല്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, കർത്താവ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കാരണം നീ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കുടിക്കാൻ കൊടുത്താൽ അതേ പറഞ്ഞിട്ടുള്ളൂ. നീ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനടി റെക്കോർഡ് ചെയ്യപ്പെടും. അല്ല, നീ പ്രാർത്ഥിക്കുന്ന ആമേനും ഹല്ലേലൂയ എന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നതേയില്ല. നിൻ്റെ ജീവിതം ആരാധനയുമായി സമരസപ്പെടുമ്പോൾ മാത്രം, നീ ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് നിൻ്റെ കൂടെയുള്ളവരുമായി അനുരഞ്ജനപ്പെടുമ്പോൾ മാത്രം നിൻ്റെ പാപങ്ങളൊക്കെ ഹിമം പോലെ വെളുക്കും. ഒരു നിമിഷം എന്ന് പറയുമ്പോൾ തല കുനിക്കരുതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദയവായിട്ട് കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നോക്കി ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ആരാധനയെ അവിടുത്തെ നീതി കൊണ്ട് പൊതിയണമേ. നിന്നോടുള്ള അനുരഞ്ജനത്തിൽ ഞങ്ങളുടെ ആരാധനകളെ പുനഃക്രമീകരിക്കണമേ. ആമേൻ.